ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അത് എല്ലാം പ്രോബ്ലംസ് ആണ്, മൊത്തം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ഇപ്പം നമ്മൾ കടം അട്ടയപ്പടം മടക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വരിട്ടിരിക്കുകയാണ്. അപ്പം അടുത്ത ചെയ്തല്ലേ പറ്റൂ നമുക്ക്. സേ ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ചഡ് സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്ത് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അതിനെ തട്ടിയാൽ അത് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. ആ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. എന്താണ്? ഒരു സ്ട്രിങ് വലിച്ചു കെട്ടിയിരിക്കുകയാണ്, അതിനെ തട്ടിക്കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒപ്പിക്കാൻ. ഇനി ഗിവൺ ഫ്രീക്വൻസി എൻ ഡിപ്പെൻസ് ഓൺ ലെങ്ത്, ടെൻഷൻ, ലീനിയർ ഡെൻസിറ്റി. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ലെറ്റർ എൻ അവർ തന്നിരിക്കുകയാണ്. ഫ്രീക്വൻസി എൻ എന്നാണ്. ഇനി ഇറ്റ് ഡിപ്പെൻസ് ഓൺ ലെങ്ത്, ലെങ്തിന്റെ ലെറ്റർ എൽ. അടുത്ത് ടെൻഷൻ ടി. അടുത്ത് ലീനിയർ ഡെൻസിറ്റി എം. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ലിസൺ ഹിയർ. എന്തിന്റെ ഇക്വേഷൻ ആണ് ഒപ്പിക്കേണ്ടത്? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണ് ഒപ്പിക്കേണ്ടത്. ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെ? ഫ്രീക്വൻസി ഡിപ്പെൻസ് ഓൺ ലെങ്ത്, ടെൻഷൻ, ലീനിയർ ഡെൻസിറ്റി. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഒപ്പിക്കാം. അതിനു മുമ്പ് കഥകളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ലെങ്ത് തന്നെ. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ആണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ഒന്നും അല്ല. ടെൻഷൻ എന്ന് പറയുന്നത്, സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ്. ടെൻഷനായിട്ട് നിൽക്കുന്നു, അപ്പൊ അതൊരു ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? ml(T)-2 ആണ്. അടുത്തത് ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ ലെങ്ത് എന്നാണ്. എന്താണ്? മാസ് ബൈ ലെങ്ത് എന്നാണ്. ഓർത്ത് വെച്ചോണം, തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ ലെങ്ത് ആണ്. മാസിന് നമുക്ക് എം എന്ന് എഴുതാം, ലെങ്തിന് എൽ എന്ന് എഴുതാം. അപ്പൊ എന്തായി? ml(1) എന്നായി. അപ്പൊ എല്ലാ പിക്ചറും ക്ലിയർ ആയി. അപ്പൊ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഒപ്പിക്കണം. ഫ്രീക്വൻസി ഡിപ്പെൻസ് ഓൺ ലെങ്ത്, ടെൻഷൻ, ലീനിയർ ഡെൻസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീക്വൻസി അറിയാം, ലെങ്ത് അറിയാം. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആണ്. അപ്പൊ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. അതിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം. ഇനി ലീനിയർ ഡെൻസിറ്റി എന്താണ്? ലീനിയർ ഡെൻസിറ്റി വിനായക്, ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ ലെങ്ത് ആണ്. കാണാതെ പഠിച്ചു വെച്ചാൽ മാസ് ബൈ ലെങ്തിനെ പറയുന്ന പേരാണ് ലീനിയർ ഡെൻസിറ്റി. അപ്പൊ മാസിന് എം, ലെങ്തിന് എൽ. അപ്പൊ ml(-1) ഓക്കെ ആണേ. ഇനി നമുക്ക് എന്തിന്റെ ഇക്വേഷൻ ഒപ്പിക്കാൻ പോകുന്നു? ഫ്രീക്വൻസിയുടെ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ഇതിലുള്ളതുപോലെ ലെറ്റ് ഫ്രീക്വൻസി പ്രപ്പോർഷണൽ ടു നമ്മളെ പാരാമീറ്റേഴ്സ് നിരത്തി പറയൂ. LTM. ഓർഡർ തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല, ഏത് ഓർഡറിൽ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫ്രീക്വൻസി ഡിപ്പെൻസ് ഓൺ പാരാമീറ്റേഴ്സ് എഴുതി. ഇനി ഓരോ പാരാമീറ്ററിന്റെ മണ്ടയിലും പവർ എഴുതുക. A, B, C. ഇതുവരെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ്, N is equal to a constant K into L(A), T(B), M(C) എന്നാണ്. ഇതുവരെയും കുഴപ്പമില്ല. ഇനി രണ്ട് സൈഡിലും ഡയമെൻഷൻസ് ഇടുക. ശലൈ അപ്പോ ഫ്രീക്വൻസി ആണ് ലെഫ്റ്റ് സൈഡിൽ നോക്കി എഴുതണം. എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ടി എന്ന് പറഞ്ഞാൽ ടൈം ആണെന്ന് വിചാരിച്ചളയരുത്, അത് ടെൻഷൻ ആണ്, ഫോഴ്സ് ആണ്. ഇനി എം എന്ന് പറഞ്ഞാൽ മാസ് ആണെന്ന് വിചാരിക്കരുത്, അത് ലീനിയർ ഡെൻസിറ്റി ആണ്. അപ്പൊ ml(-1) ആണ്. ആ ബോധത്തോടെ ഇരിക്കണം. കെയർലെസ് ആയിട്ടിരുന്ന് എമ്മിന് വരെ എം തന്നെ എഴുതുന്നു, ടിക്ക് വരെ ടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഗോവിന്ദയാവും. അപ്പൊ നോക്കൂ, ഫ്രീക്വൻസിയുടെ ആൻസർ പറയൂ. ഫ്രീക്വൻസിയുടെ ആൻസർ എന്താണ്? T(-1) ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റിന് ഇല്ല. ഇനി ലെങ്തിന് എന്താണ്? L(A). ഇത് ടെൻഷൻ എന്താണ്? ടെൻഷൻ എന്താണ് നോക്കൂ. ml(T)-2 എന്താണ്? റൈസ് ടു B. അടുത്ത് എം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ ഡെൻസിറ്റി ആണ്. ലീനിയർ ഡെൻസിറ്റി എന്താന്ന് നോക്കൂ. ml(-1) റൈസ് ടു പറഞ്ഞോ C ആണ്. ഇനി നമുക്ക് റെഡിയാക്കാം. T(-1) ഈസ് ഈക്വൽ ടു പറയൂ L(A). ഇനി പറയണം M(B), L(B), T(-2B). അടുത്ത് M(C), അടുത്ത് L(C),
-1 into c minus c. ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ t raised to -1 is equal to m ആദ്യം എഴുതുക. m raised to എന്തൊക്കെ ഉണ്ട്? m raised to b ഉണ്ട്, c ഉണ്ട്. അപ്പൊ എന്താ വരും? a raised to m into a raised to n, a raised to m plus n. അപ്പൊ m raised to b into m raised to c, m raised to b plus c. അടുത്ത l എഴുതണം. l എഴുതുക. അപ്പൊ l raised to a ഉണ്ട്, b ഉണ്ട്, മൈനസ് c ഉണ്ട്. നിങ്ങൾ തന്നെ പറയൂ എത്ര വരും? a പ്ലസ് b പ്ലസ് മൈനസ് c. ബുദ്ധിമുട്ടുണ്ടായോ? ഇനി അടുത്ത് t raised to പറയണം. t raised to പറയൂ. -2b ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ -2b. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളെല്ലാം 0 ഇട്ട് വയ്ക്കാം. അപ്പൊ m raised to 0, l raised to 0. ഇനി ഇവിടെ ഈക്വൽ സൈൻ അല്ലേ? അപ്പൊ ഇവിടുത്തെ എമ്മിന്റെ പവറും അവിടുത്തെ എമ്മിന്റെ പവറും സെയിം ആയിരിക്കും. എല്ലിന്റെ പവറും എല്ലിന്റെ പവറും സെയിം ആയിരിക്കും. ടിയുടെ പവറും സെയിം ആയിരിക്കും. നമുക്ക് ഇക്വേറ്റ് ചെയ്ത് പറയാം. പറഞ്ഞോ. ബി പ്ലസ് സി ഈക്വൽ ടു പറയൂ. ബി പ്ലസ് സി എത്രയാ? 0. ബി പ്ലസ് സി 0. അടുത്ത എ പ്ലസ് ബി പ്ലസ് മൈനസ് സി ഈക്വൽ ടു എത്രയാ? 0. കുഴപ്പമില്ല. അടുത്ത -2b ഈക്വൽ ടു പറയൂ. -2b ഈക്വൽ ടു -1 അല്ലേ? അപ്പൊ അതിൽ നിന്ന് ബി എത്രയെന്ന് കിട്ടും? therefore ബി എത്ര? ബി ഈക്വൽ ടു -1 by -2. അത്ര വരും. മൈനസ് ബൈ മൈനസ് പ്ലസ് ആവൂലേ? ഒറ്റയടിക്കും എഴുതിയാൽ മതി. 1/2. അപ്പൊ എന്തിന്റെ ആൻസർ ആയി? ബിയുടെ ആൻസർ ആയി. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ ഞാൻ. അപ്പൊ എന്ത് വരും പറയൂ. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പറഞ്ഞോ പെട്ടെന്ന്. ബിയുടെ വാല്യൂ 1/2. സോ 1/2 പ്ലസ് സി ഈക്വൽ ടു 0. അപ്പൊ സി എത്ര വരും? -1/2 എന്ന് വരും. അപ്പൊ സിയും കിട്ടി. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം ഇതിൽ പറക്കിയിടാം. എ പ്ലസ് ബിയുടെ വാല്യൂ 1/2 പ്ലസ് മൈനസ് സി മൈനസ് ഇട്ടു. സിയുടെ വാല്യൂ -1/2. കണ്ടോ? അപ്പൊ എ പ്ലസ് 1/2 2 മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആയി. +1/2 എന്നായില്ലേ? ഇത് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു 0 എന്നല്ലേ കിടക്കുന്നത്? ഈക്വൽ ടു 0. അപ്പൊ ഈക്വൽ ടു 0. അപ്പൊ പറയൂ. എ പ്ലസ് 1 ഈക്വൽ ടു ഹാഫും കൂടെ ആഡ് ചെയ്താൽ 1 ആണ്. ഈക്വൽ ടു 0. അപ്പൊ എത്രയായി? എ ഈക്വൽ ടു -1 എന്നായില്ലേ? അപ്പൊ ഏതൊക്കെ കിട്ടി? എ കിട്ടി, ബി കിട്ടി. അടുത്ത സി എവിടെ? എന്റെ സി? ഇതായിരിക്കുന്നു എന്റെ സി. ഓക്കെ. എയും ബിയും സിയും കിട്ടി. ഇനി നമ്മുടെ മെയിൻ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതല്ലേ നിങ്ങളുടെ മെയിൻ ഇക്വേഷൻ? അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? അപ്പൊ എന്തോ വരും പറയൂ. n ഈസ് ഈക്വൽ ടു കെ എൽ റൈസ് ടു പറയൂ. എ എന്താണ്? എ -1. അടുത്ത പറയൂ. ടി റൈസ് ടു ബി എന്താണെന്ന് പറയൂ. ബി 1/2. അടുത്ത എം റൈസ് ടു സി എന്താന്ന് പറയൂ. വട്ട് ഈസ് സി? സി എവിടെ? ഇതായിരിക്കുന്നു -1/2. ഓക്കെ. ഇനി അടുത്ത് n ഈസ് ഈക്വൽ ടു കെ എഴുതി. ഒരു നമ്പർ റൈസ് ടു നെഗറ്റീവ് പവർ എടുക്കാൻ എന്ത് ചെയ്യും? 1/l റൈസ് ടു 1 തന്നെ. ഇനി അടുത്ത് ടി റൈസ് ടു 1/2 അതുപോലെ എഴുതി. ഒരു നമ്പർ റൈസ് ടു നെഗറ്റീവ് പവർ ആണ്. പറയൂ. 1/m റൈസ് ടു 1/2. കുഴപ്പമില്ല. അപ്പൊ ആൻസർ എഴുതാൻ പോവാണ്. അപ്പൊ n ഈസ് ഈക്വൽ ടു കെ എഴുതി. പറയണം 1/l എന്ന് എഴുതി കൂടെ. 1/l എന്ന് എഴുതി. ഇതിനെ √t എന്ന് എഴുതാം അല്ലേ? ഇനി 1 ഇതിനെ √m എന്ന് എഴുതാം അല്ലേ? ഇനി n ഈസ് ഈക്വൽ ടു പറയൂ. n ഈസ് ഈക്വൽ ടു k എഴുതി. 1/l എഴുതി. ഒറ്റ റൂട്ടിന്റെ അകത്ത് t/m എഴുതി കൂടെ. ഇപ്പൊ നിങ്ങൾക്ക് എന്തിന്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്? ഫ്രീക്വൻസിയുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഫ്രീക്വൻസിയുടെ ആൻസർ പറയൂ. k × 1/l × √t/m. ഇതിനകത്ത് കെയുടെ വാല്യൂ അവർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ്? ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു k × 1/l √t/m. അടിപൊളി സാധനമല്ലേ? അപ്പൊ നേരത്തെ ആ ഫസ്റ്റ് പ്രോബ്ലത്തിനേക്കാളും കുറച്ചുകൂടെ ഇതൊരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ടൊന്നും കൂടെ പറയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. അത് നോക്കി ചെയ്യണം. ഈ ലെറ്റേഴ്സ് കണ്ടിട്ട് ടൈം ആണെന്നോ ഒക്കെ അസസ് ചെയ്യരുത്. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ മാക്സിമം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ തരിക. അപ്പോൾ സമാധാനമായിട്ട് ആൻസർ പറയണം. പറഞ്ഞോളൂ. വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? വായിക്കൂ. ക്വസ്റ്റ്യൻ വായിക്കൂ. വായിച്ചോ? എന്താണ് ക്വസ്റ്റ്യൻ? ഫ്രീക്വൻസി ഓഫ് എന്താണ്? വൈബ്രേഷൻസ് ഇൻ എ സ്ട്രിങ്. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻസ് ഇൻ എ സ്ട്രിങ് n depends on length, tension and linear density. You have to get an equation for frequency. It is a question. So, see, frequency depends on L, T, M.
you have to get an equation for frequency. So what is the first step? Before starting the steps, നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുക. What do you mean by tension? Tension is what? നമുക്ക് സൈഡിലോട്ട് എഴുതാം. What is tension? Tension is force. Tension is force. So what is the dimensional formula? പറയൂ. mL(T)⁻². അടുത്ത പറയൂ. Linear density. What is linear density? പറയൂ. Linear density is equal to mass by length. Mass by length. Mass എന്ന് പറഞ്ഞാൽ m, length എന്ന് പറഞ്ഞാൽ l. അപ്പൊ ആൻസർ എന്ത് വരും? mL(1). അത് അവിടെ ഇരുന്നോട്ടെ. Okay, once again, say what is tension? Tension is a force. About dimensional formula mL(T)⁻². Then linear density means mass by length. So m by l. So answer mL(1). So you have to get an equation for frequency. Frequency depends on LTM. Shall I? So let പറയൂ. Frequency proportional to parameters L T M. കുഴപ്പമുണ്ടോ? LTM. ഇനി ഇത് ഓരോന്നിന്റെ മണ്ടയിലും പവർ എഴുതുക. A B C. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? പ്രൊപ്പോർഷൻ മാറ്റുക. അപ്പൊ n ഈസ് ഈക്വൽ ടു പറയൂ കോൺസ്റ്റന്റ് K L(A) T(B) M(C). കുഴപ്പമില്ലല്ലോ. അടുത്ത സ്റ്റെപ്പ് പുട്ടിംഗ് ഡയമെൻഷണൽ ഫോർമുല ഓൺ ബോത്ത് സൈഡ്സ്. വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫ്രീക്വൻസി? T⁻⁻1 ഈസ് ഈക്വൽ ടു K, നോ ഡയമെൻഷൻ, ലെങ്ത് L, റൈസ് ടു A, ടെൻഷൻ mL(T)⁻², റൈസ് ടു B, linear density mL(1), റൈസ് ടു C. ഇനി ബാക്കി പറയും. T⁻⁻1 ഈസ് ഈക്വൽ ടു പറയൂ L(A) പറയണം, M(B), L(B), T⁻²B. അടുത്ത പറയൂ M(C), L(-C). ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഓർഡറിലാക്കുക. T⁻⁻1 ഈസ് ഈക്വൽ ടു ആദ്യം m എഴുതുക. MLT ആ ഓർഡറിൽ എഴുതാണ് നല്ലത്. അപ്പൊ m പറയണം. M(B) ഉണ്ട്, M(C) ഉണ്ട്. പറയൂ A(m) × A(n), A(m+n). സോ പറയൂ M(B + C). അടുത്ത L(, പറയൂ L(A), L(B), L(-C). പറയൂ L(A + B + C). Then T⁻²B. No problem. Then ഇവിടെ m വാല്യൂ ഇല്ല, so put zeros. Okay, no problem. Then here you can find equal sign. Am I right? So m(something) equal to m(something). So these powers should be equal. So L(something) equal to L(something). So these powers should be equal. So T(something) equal to T(something). So those somethings should be equal. So equating powers. പറയൂ B + C equal to what? B + C equal to what? 0. B + C equal to 0. അടുത്ത A + B - C. Am I right? Plus minus. So A + B - C equal to 0. Then what is the next? -2B equal to what? -2B equal to -1. Then what is B? B equal to -1 by -2. -1 by -2, it is 1/2. So B equal to 1/2. So I am getting the answer of B. Then put here. So 1/2 plus C equal to 0. So what is C? C equal to, what are you? -1/2. So I am getting the answer of C also. ഇനി ഇതെല്ലാം കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പറഞ്ഞോളൂ. A plus what is B? 1/2. Then minus what is C? -1/2 equal to 0. Minus plus ആവും അല്ലേ? Plus. Then A ഹാഫും കൂടെ ആഡ് ചെയ്താൽ 1. A + 1 equal to 0. Or A equal to what? A equal to -1. So A equal to -1. But A കിട്ടി, C കിട്ടി, B കിട്ടി. Shall I substitute in the main equation? So this is my main equation. Shall I substitute? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ. പറയണം n is equal to K L(A). What is A? -1. അടുത്ത T⁻². What is B? 1/2. അടുത്ത M⁻². C. What is C? -1/2. പേടിച്ചോ? ഇനി n is equal to പറയണം K ഒരു നമ്പർ റൈസ് ടു നെഗറ്റീവ് പവർ 1 by that number റൈസ് ടു പോസിറ്റീവ് പവർ. കുഴപ്പമില്ല. T⁻²1/2. then
ഒരു നമ്പർ റൈസ് നെഗറ്റീവ് പവർ 1 by ദാറ്റ് നമ്പർ റൈസ് പോസിറ്റീവ് പവർ, കുഴപ്പമില്ല. ദെൻ അടുത്ത n ഈസ് ഈക്വൽ ടു k പറയണം 1 by l, അടുത്ത റൂട്ട് ഓഫ് t, am I right? Then 1 by this is root of m, ബാക്കി പറയണം. n ഈസ് ഈക്വൽ ടു പറയൂ k 1 by l, then ഒറ്റ റൂട്ടിന്റെ അകത്ത് റൂട്ട് ഓഫ് t by m. So this is an equation to calculate frequency of vibrations. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷന്റെ ഇക്വേഷൻ പറയൂ. n is equal to 1 by k into 1 by l into root of t by m. ഓക്കെ ആണേ.